അതിന്റെ ഫോട്ടോ എടുത്തെടുത്ത് പോയി കിഴക്കൻ മല വരെ എത്തിയ ആള്. അപ്പൊ ഞാൻ ചോദിച്ചു, ക്യാമറ ഒന്നാം ഭാര്യയും ഞാൻ രണ്ടാം ഭാര്യയും ആണോന്ന്. അത് കേട്ട് നിഖിലിന്റെ അച്ഛൻ ചിരിക്കും. ആ അതുപോലെ പിന്നൊരു ദിവസം ഉണ്ടല്ലോ, നിഖിലിന്റെ അച്ഛനാണെങ്കിൽ നിഖിലിന്റെ അച്ഛൻ കേട്ട് നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്, അത് മറക്കണ്ട. അല്ല എനിക്കൊന്നും കേക്കണ്ട, വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ബോറിടപാട്. ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ? എന്റെ ഫോൺ ഹാങ് ആയിപ്പോയി, ഓൺ ആവുന്നില്ല, ഒന്ന് നോക്കൂ. ഇതിൽ ചാർജ് ഉണ്ടല്ലോ. പക്ഷെ എന്തു പറ്റിയെന്ന് അറിയില്ല, വർക്കാവുന്നില്ല. ഞാൻ നോക്കട്ടെ. സർ, അതെ, ഞാൻ ബാബുജിയോട് പറയാതെയാ വന്നത്. പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഫോൺ വാങ്ങിക്കോളാം. ഓക്കെ, ശരി സർ. ഫോൺ നിഖിലിനെ കാണിക്കാന്ന് വിചാരിച്ചു പോയതാ, അപ്പോഴാ അരവിന്ദ് സാറിനെ കണ്ടത്. ആരാ നോക്കട്ടെ. ആ സാറോ? ഫോൺ ശരിയായി. താങ്ക്സ് ഉണ്ട്. അരവിന്ദ് സാറാണ്, ഫോണും കൊണ്ട് വന്നതാ. സാറിനെ അകത്തേക്ക് വിളിക്കുക ബാബുജി, വരൂ. സാർ ഇരിക്കേ. റെസ്റ്റോറന്റിൽ പോയില്ലേന്ന്? പോണം. സാറിനെന്താ ഒരു മൂഡ് ഓഫ് പോലെ? ഏയ് ഒന്നുമില്ല. എന്താ ബാബുജി? വൈഫായിട്ട് പിണങ്ങിയോന്നാ ചോദിക്കുന്നത്? മറ്റുള്ളവരുടെ മനസ്സറിയാൻ കഴിയുന്നുണ്ടല്ലോ ബാബുജിക്ക്. ശരിയാ, വൈഫുമായി ചുമ്മാ ഒരു സൗന്ദര്യപ്പിണക്കം. നമ്മൾ ആണുങ്ങൾ ഒരുപാട് വിഷയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാ. പെട്രോളിന്റെ വിലക്കയറ്റം ഉൾപ്പെടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാ സ്ത്രീകൾ അങ്ങനെയല്ല. വീടിനെയും വീട്ടുകാരെയും ചുറ്റിപ്പറ്റിയായിരിക്കും അവരെപ്പോഴും ചിന്തിക്കുക. അതായിരിക്കും മിക്ക വീട്ടമ്മമാരുടെയും ടെൻഷൻ. ഒക്കെ അറിയാമെങ്കിലും ചിലപ്പോ നമുക്ക് ദേഷ്യം വരും. എനിക്ക് ഫ്രണ്ട്സ് കുറവാണ്, ആരും ഇല്ലെന്ന് തന്നെ പറയും. പക്ഷെ ബാബുജിയോട് സംസാരിക്കുമ്പോ ഒരടുത്ത സുഹൃത്തിന്റെ പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വൈഫിനെയും കൂട്ടി ഒരു ദിവസം വരണമെന്ന്. അതിനെന്താ, വരാലോ. ആ വരവോടെ എല്ലാം അവസാനിക്കുന്ന രണ്ടുപേരും അറിയുന്നില്ലല്ലോ. ശരി, നീ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരാരോഗ്യ പ്രശ്നവും എനിക്കില്ല. വെറുതെ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത അസുഖങ്ങൾ പുതിയതായിട്ടുണ്ടാക്കണം. അതുകൊണ്ട് ഞാനും അവധി എടുക്കുന്നില്ല,
നീയും അവധി എടുക്കുന്നില്ല. മനസ്സിലായോ? നീ എന്തെങ്കിലും വിഴിച്ചു നോക്കുന്നു? നിനക്കെപ്പോഴാ ഇത്രയും പക്വത ഉണ്ടായതെന്ന് ആലോചിച്ചതാ. അതാണ് സ്ത്രീ. ഇപ്പൊ നീ ഇത്ര അറിഞ്ഞാ മതി. എനിക്കൊരു പണിയുണ്ട്. എടാ മീര, ഒരു വലിയ ചോദ്യമാണ് താൻ എന്നോട് ചോദിച്ചത്. എന്റെ മോൾ തിരിച്ചു വന്നാലോ എന്ന ചോദ്യം. അതിന് മറുപടിയായി എനിക്കൊരു മറുചോദ്യമാണുള്ളത്. അവൾ വന്നാൽ എന്തായിരിക്കും മീരയുടെ പ്രതികരണം? തുറന്നു പറഞ്ഞോളൂ. എനിക്ക് അധികമൊന്നും ആലോചിക്കാനില്ല ആ ചോദ്യത്തിന് മറുപടി പറയാൻ. എന്റെ മോനോടുള്ള സാറിന്റെ പെരുമാറ്റം എങ്ങനെയാണ്? അവന്റെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നു. വേണ്ടി വന്നാൽ ശാസിക്കാൻ വരെ മനസ്സുണ്ട്. അതിലും ഒരു പടി കൂടി മുകളിലായിരിക്കും എന്റെ പ്രതികരണം. മകളായി ഞാൻ അവളെ സ്വീകരിക്കും. നിഖിലിനൊരു അനിയത്തെ കിട്ടിയെന്ന് ഞാൻ സന്തോഷിക്കും. ഓക്കെ, അത് തന്റെ നല്ല മനസ്സ്. ഒരു ചോദ്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്റെ മകൾ വരുമ്പോൾ അവൾക്കൊപ്പം അവളുടെ അമ്മ കൂടിയുണ്ടെങ്കിലോ? ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞതല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിന്റെ സമനില തെറ്റിയ അവസ്ഥയിൽ എന്നെ വിട്ടിട്ട് പോയതാ. കൂട്ടത്തിൽ മോളെയും കൊണ്ടുപോയി. ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, പക്ഷെ കണ്ടുകിട്ടിയില്ല. ഇനിയൊരു പക്ഷെ ഓർക്കപ്പുറത്ത് അമ്മയും മോളും കൂടി വന്നാലോ? എന്റെ രക്തമാണ് എന്റെ മകൾ. ആ മോളുടെ അമ്മയാണവൾ. മീര ഇപ്പൊ എന്റെ ഭാര്യയും. എന്തായിരിക്കും മീരയ്ക്ക് അവളോടുള്ള നിലപാട്? എനിക്കറിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആലോചിക്കാത്ത കാര്യമാണ്. ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എനിക്കിപ്പോ. മീരയുടെ ഹസ്ബൻഡ് തിരിച്ചു വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാനും ഇതുപോലെ ഉത്തരവില്ലാതെ നിൽക്കും. ഒന്നെനിക്കറിയാം, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ തണൽ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് നഷ്ടപ്പെട്ട ഞാൻ തളർന്നു പോവും. മീര, എനിക്ക് ഇത്രേ പറയാനറിയൂ. മനസ്സ് വല്ലാതെ കലങ്ങി നിൽക്കുന്ന സമയത്ത് എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിച്ച് തോളിൽ കൈവയ്ക്കാൻ ഒരാൾ, ആ ഒരു ആശ്രയം, അത് വലിയൊരു ആശ്വാസമാണ്. അത് ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. അതെ, ആ അനുഭവമാണ് എനിക്കും. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിഖില കേട്ടല്ലോ?
അതിന്റെ ന്യായം എന്താണ്? ഞാൻ മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. എനിക്ക് സ്വത്ത് തരാൻ മനസ്സിലെന്ന് ഇങ്ങനെ പറയാൻ മുത്തശ്ശൻ എന്ത് ന്യായം ഉള്ളത്? അങ്കിളൊന്ന് പറ. എന്റെ അച്ഛൻ അവകാശപ്പെട്ട കുടുംബസ്വത്താണ്. മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ് എന്റെ അച്ഛൻ. ആ അച്ഛന്റെ ഏക മകനാണ് ഈ ഞാൻ. അപ്പോ സ്വത്തിന്റെ പരിപൂർണമായ അവകാശം എനിക്കല്ലേ? അത് എന്തുകൊണ്ട് തരുന്നില്ല? അതാണ് എന്റെ ചോദ്യം. നിഖിലിന് തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി എന്ന് തരാനാ? എനിക്ക് പ്രായമായി നരച്ചിട്ടോ? എന്ത് ചോദിച്ചാലും മുത്തശ്ശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛനില്ലാതെ എന്നെ വളർത്തിയതിന്റെ ഒരു കഥ. അത് മുത്തശ്ശന്റെ കടമയല്ലേ? ആണോ? അങ്കിള് പറ. ആ, അതാണ്. അങ്കിളിന് വിവരമുണ്ട്. മുത്തശ്ശൻ സ്വന്തം കടമ നിർവഹിച്ചു. ഞാൻ എന്റെ അവകാശം ചോദിക്കുന്നു. അതിലെന്താ തെറ്റ്? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരില്ലായിരുന്നു. ഉണ്ടല്ലോ, ആ അച്ഛനോടാണല്ലോ ഇതെല്ലാം പറയുന്നത്. സാരല്ല, ഞാനതെങ്ങനെയും വാങ്ങിച്ചെടുത്തോളാം. നിഖിലിന്റെ ബൈക്കാണല്ലോ. വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവൻ ഇവിടെ പോയി. ഇതെവിടെ പോയി? അവൻ വരട്ടെ. എനിക്കറിയാവുന്നതാ നീ എന്തെങ്കിലും എന്റെ കൈ വന്ന് വിടുമെന്ന്. പോലീസ് വരട്ടാ, എന്നിട്ട് എന്നെ വിടാടാ. അണങ്ങി നിക്കടാ. മീര നിന്നെ കുറിച്ച് പറയുന്ന പോലല്ല നീ അരവിന്ദനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം നമ്മുടെ വീട്ടിലെ പ്രത്യേകതയുള്ള ഒരു അംഗമാണ്. ആ മതിപ്പോടെ വേണം സംസാരിക്കാൻ. അതൊന്നും സാരമില്ല സർ. സാരമുണ്ട്. മീരയുടെ ഭർത്താവ് ഇവന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ്. എന്നിട്ടാണോ ഏഷണി പറഞ്ഞ് എന്നെ കള്ളനാക്കാൻ നോക്കിയത്? കല്ല് വെച്ച നുണയാണ് അമ്മയോട് പറഞ്ഞു കൊടുത്തത്. അതിന് പിന്നില് വേറെന്തോ ഉദ്ദേശമുണ്ട്. നിഖിൽ, മതി, നിർത്തിക്കോ. ഇങ്ങനെയൊന്നുമല്ല ഞാൻ സാറിനെ പറ്റി വിചാരിച്ചത്. തീരെ ചീപ്പായി പോയി.
സംസാരിച്ചത് മതിയെന്ന് നിന്നോട് പറഞ്ഞു നിഖിൽ. ഇതൊരുമാതിരി നാരദന്റെ സ്വഭാവമായി പോയി. ഡാ, ഈ സ്വഭാവത്തിന് അരവിന്ദ് രാജ എന്നല്ല നാരദൻ എന്നേനെയാ പേരിടേണ്ടത്. എന്താ മീരയെ കാണിച്ചത്? ഇതൊന്നും പോരെ ഇവന്. പഴി എനിക്ക്, അടിയും എനിക്ക്. ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിഖിൽ, നിക്ക്. നിഖിൽ, പോകരുത്. നിഖിൽ. അമ്മന്ന് വിളിക്കമ്മ. വേണ്ട, എവിടെയാന്ന് വെച്ചാ അവൻ പോയിട്ട് വരട്ടെ. മീരമ്മ, അവൻ വരും. അമ്മ, വിമൽ ഉറങ്ങിക്കാണുമായിരിക്കും. അരിഷ്ടം കഴിച്ചതല്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങിയാ മതി. ഈ സമയത്ത് ആരായിരിക്കും? നിഖില ബാബുജി, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അതിനെന്താ, വന്നോളൂ. ആ, വീട്ടിലെല്ലാരും എന്നെ അവഗണിക്കുകയാണ്. എല്ലാ കാര്യത്തിലും സംശയമാണ്. ഞാൻ എന്ത് ചെയ്താലും ഓരോരോ കുറ്റം കണ്ടുപിടിക്കും. അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട. മടുത്തു എനിക്ക്. ഇന്നപ്പോ വഴക്കുണ്ടായല്ലേ? വഴക്കുണ്ടായാലും പഴി എനിക്കാണല്ലോ. ഇന്നിവിടെ കിടന്നോട്ടെ എന്ന് എങ്ങനെയൊന്ന് ചോദിക്കുക. നിഖില് അത്താഴം കഴിച്ചാണോ? അല്ലെങ്കിൽ ചപ്പാത്തി ഇരിപ്പുണ്ട്? വേണ്ട, കഴിച്ചു. അങ്കിളിന് ഉറങ്ങാൻ സമയമായിട്ടുണ്ടാവുമല്ലേ? ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? എന്താ നിഖിൽ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നൂ? എന്താ ബാബുജി? നിഖില് റിലാക്സ് ചെയ്. എന്നിട്ട് ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോയാ മതിയെന്നാ ബാബുജി പറയുന്നത്. സോറി. ഞാൻ അധികപ്പറ്റായി സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താ നീലത്? ഒന്നും മനസ്സിൽ വെച്ചോണ്ടല്ല, അറിയാതെ റിയാക്ട് ചെയ്ത് പോയതാ. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഏയ്,
സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും അതല്ല, ഞാൻ സാറിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. സ്ഥാനം നോക്കണമായിരുന്നു. ഐ ആം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഹലോ, നിന്റെ ആ ക്ഷമ ചോദിക്കലുണ്ടല്ലോ, അത് നന്നായി. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതിനു മുൻപ് നീ അമ്മയോട് ചൂടായില്ലേ? വളരെ ബോറായിപ്പോയി. അത്രയൊന്നും വേണ്ടായിരുന്നു. പക്ഷേ അരവിന്ദ് സാറിനോട് സോറി പറഞ്ഞതോടെ അതുവരെ ഉണ്ടായിരുന്ന സീൻ മാറി. നിഖിലേ സ്കോർ ചെയ്തു. എല്ലാവർക്കും നിന്റെ പേരിൽ മതിപ്പായി. ശരിക്കും എന്റെ ഹസ്ബൻഡ് അതോടെ ഒരു പടി ഉയരുകയായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല നീ അങ്ങനെ കയറി ക്ഷമ ചോദിക്കുമെന്ന്. ഇതിനാണ് അവസരത്തിനൊത്ത് ഉയരുക എന്ന് പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചതാണെന്ന് നീ കരുതുന്നുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അതെ, അതെന്റെ ഒരു നമ്പരായിരുന്നു. നിഖിൽ, അതെ. മുത്തശ്ശനോട് ക്ഷമ ചോദിക്കാം, അച്ഛനോടും ചോദിക്കാം എന്ന് കരുതി അമ്മയുടെ രണ്ടാം ഹസ്ബൻഡിനോട് ക്ഷമ ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പൊ നീ അതിന്റെ കാരണം പറയാം. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സാറിനോട് ക്ഷമ ചോദിച്ചത്. അത് ഏൽക്കുകയും ചെയ്തു. ഇപ്പൊ എല്ലാവരും എനിക്ക് ഗുഡ് മാർക്കിന്റെ ടിക്കറ്റ് തന്നില്ലേ? അതാണ് ബുദ്ധി. എന്താ? നീലിന്റെ സോറി പറച്ചില് ഒഴിവാക്കായിരുന്നു. ആരും നിർബന്ധിച്ചതല്ലോ, അവന് സ്വയം തോന്നിയ ക്ഷമ പറഞ്ഞതാണല്ലോ. അതെ, അയാള് പഴയ കൊച്ചുകുട്ടിയൊന്നുമല്ല. തന്നോളം ആയ മക്കളെ താനെന്ന് വിളിക്കണമെന്നാ പണ്ടുള്ളവർ പറയാ. അതായത് തനിക്ക് തുല്യ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി എന്ന പരിഗണന കൊടുക്കണം. ഇവിടെ പക്ഷേ നീല് പലപ്പോഴും മുത്തശ്ശന്റെ കുറുമ്പനായ പേരക്കുട്ടിയും അമ്മയുടെ വികൃതിയായ മകനുമാണ്. നിളയുടെ ഭർത്താവായ മുതിർന്നയാളാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. വീട്ടിലെ ഒറ്റ മോനായിട്ട് വളർന്നതിന്റെ ചാബല്യങ്ങള് അവന് കുറച്ച് കൂടുതലാ. നിളയും ഒറ്റമോളായി വളർന്ന കുട്ടിയാണ്. വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുത്ത രവിശങ്കർ അയാളെ വളർത്തിയത്. പക്ഷേ ആ കുട്ടിക്ക് മെച്യൂരിറ്റിയുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്. ആഹാ, നീല നിറമാണല്ലോ ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നീലയാണ് ബാബുജിയുടെ ഫേവറേറ്റ് കളർ. ആകാശത്തിന്റെയും കടലിന്റെയും ഒക്കെ നിറം നീലയാണ്. പിന്നെ പ്രണയത്തിന്റെയും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എനിക്ക് ബാബുജിയുടെ ഒരു സഹായം കൂടെ വേണം. എന്റെ അനിയത്തി ഈ ഇടയ്ക്ക് പ്രസവിച്ചൊരു പെൺകുഞ്ഞിനെ. മോക്ക് നല്ലൊരു പേര് ബാബുജി സെലക്ട് ചെയ്ത് തരണം.
അതെന്തിനാണ് ബാബുജിയെ കൊണ്ട് ചെയ്യിക്കുന്നത്? ആഹാ, എനിക്കങ്ങനെ തോന്നി. ഞാൻ തന്നെ കുറച്ച് പേരുകൾ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവയിൽ നിന്ന് ബാബുജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര് സെലക്ട് ചെയ്യണം. കല്യാണി, പാർവതി, ഗൗരി, മീനാക്ഷി, പിന്നെ മീര. ഇതിലേത് പേരാ ബാബുജിക്ക് ഇഷ്ടം? കല്യാണി, പാർവതി, ഗൗരി, മീനാക്ഷി, മീര. കല്യാണി, പാർവതി, ഗൗരി, മീനാക്ഷി, മീര. പാർവതിയും ഗൗരിയും ഒരാൾ തന്നെയാണ്. സാക്ഷാൽ ശ്രീപരമേശ്വരനുമായി ബന്ധപ്പെട്ട പേരുകൾ. മീരയാവട്ടെ ശ്രീകൃഷ്ണന്റെ പ്രണയിനിയും. ബാബുജി ഇതിലേത് പേര് സെലക്ട് ചെയ്യും? ഗൗരി, അതാണോ നല്ല പേര്? മീര നല്ല പേരല്ലേ? ഗൗരി മതിയെന്നാ ബാബുജി പറയുന്നത്. സോന, ഒരു കാര്യം ചെയ്യും, ബാബുജി മുറിയിലാക്കിയോ. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിച്ച് തരാം. ഇപ്പൊ വരാം. ബാബുജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായല്ലോ. മീര എന്ന പേര് പോലും ആ മനസ്സിലില്ല. പഴയതൊക്കെ ഓരോന്നായിട്ട് ഓർമ്മയിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. ബാക്കി ചികിത്സ എപ്പോ തുടങ്ങാനാണ്? എനിക്കൊന്ന് ഡൽഹി വരെ പോകേണ്ട ആവശ്യമുണ്ട്. കൂട്ടത്തിൽ ബാബുജിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ അശോകനെയും ഡോക്ടർ പ്രതാപനെയൊക്കെ ഒന്ന് കാണണം. ഞാൻ മടങ്ങിയെത്തും വൈകാതെ. ബാബുജിയെ നമ്മൾ വീണ്ടെടുക്കും. നമുക്ക് പഴയ ആളാക്കി തിരിച്ചെടുക്കാന്നേ. ഓക്കേ.